ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവുദേ നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് അരുണിൻ്റെ അമ്മയും കൂട്ടി അരുൺ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ അരുണേട്ടൻ എന്നെ കുറേ വിളിച്ചു, അമ്മയെ പേടിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ല, അത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അമ്മയും കൂട്ടിക്കൂട്ട് വരട്ടെ എന്ന്. അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി, ഞാൻ വന്നോളാൻ പറഞ്ഞു. അവർ വരുന്ന സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടാവണമെന്നും പറയുവാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ രേവതി ഞെട്ടി. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഈ സമയത്ത് സച്ചി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കാര്യം സച്ചിയോട് പറഞ്ഞാൽ സച്ചിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് രേവതി പറയാം. അതെല്ലാവർക്കും വിഷമമാവുമെന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ പറയാതെ പോകുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു. സാരമില്ല, നമ്മുടെ ദേവുവിന് വേണ്ടിയിട്ടല്ലേ എന്ന് രേവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പുറത്ത് പോകട്ടോ, കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാനെന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു. എന്തിനാ ഇപ്പോൾ വീട്ടിലൊക്കെ പോകണേന്ന് ചോദിച്ചു. എല്ലാവരോടും ഒന്ന് സംസാരിക്കണം, ദേവുവിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു വിവാഹ ബ്യൂറോ നടത്തുന്നുണ്ട്. ദേവുവിൻ്റെ ജാതകത്തിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കണമെന്ന കാര്യവും സച്ചി പറയാം. ഞാൻ ഇന്നലെ രാത്രി അവനെ വിളിച്ചായിരുന്നു, നമുക്കൊന്ന് പോയിട്ട് വരാം രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇന്ന് സമയമില്ല സച്ചേട്ടാ, കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ടേ എന്ന് രേവതി പറയുമ്പം നമുക്ക് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല, ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് രേവതി പറയാം. ശരി ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഞാൻ തനിച്ച് പോയിക്കോളാം, നീ വരണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അതെ തനിയെ പോകുമൊന്നും വേണ്ട, ഞാനും കൂടെ വന്നോളാമെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ പോകാമെന്ന് രേവതി പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. നാളെ നമുക്ക് പോവാന്നേ, ഉറപ്പായിട്ടും പോവാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ശരിയെന്നു സച്ചി, എന്നാൽ ഞാൻ പോയിട്ട് സാരി ഒന്ന് മാറ്റിയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോയി. സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ, ചായയൊക്കെ കുടിച്ച്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ശ്രുതി ഫോണിൽ ഇങ്ങനെ ആൻ്റണിയോട് സംസാരിക്കുക. അപ്പോൾ ഈ നവീൻദാസിൻ്റെ ശല്യം ഒഴിവാക്കാനല്ലേ ഞാൻ നിനക്ക് പൈസ മൊത്തം തന്നുകൊണ്ടിരുന്നത്. അവൻ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കേണ്ടത് കൊടുത്ത് പറഞ്ഞയക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ശ്രുതിയുടെ അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുവാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നും ഇല്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇപ്പം ഷോറൂമിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, അവിടെ കയറ്റൊന്നും ഇല്ല. അപ്പോൾ അമ്മ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക. ആകെയുള്ള വരുമാനം ബ്യൂട്ടി പാർലറാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ അവിടെയും നേരാവണ്ണം പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൻ ചോദിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ എടുത്ത് കൊടുക്കാനേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ അമ്മ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുന്നു. നീ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി കാണുന്നത് അമ്മയെ കണ്ട ശ്രുതിയും ഞെട്ടി. അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അമ്മ നേരത്തേക്കും വന്ന് മോളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. ഞാനിപ്പോൾ കേട്ടതൊക്കെ സത്യമാണോ മോളെ എന്ന് അമ്മ ചോദിക്കുക. അവരും നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ അത് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് മോള് നിൽക്കുമ്പം ഇത്രയും വലിയ കാര്യം നടന്നിട്ടും നീ എന്തുകൊണ്ടാണ് എന്നോടത് മറച്ചു വെച്ചത്, എന്താ ഉണ്ടായതെന്നുള്ള കാര്യം ചോദിക്കുവാണ്. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അത് ഞാൻ പറയാതിരുന്നതാണെന്ന് ശ്രുതി അന്നേരം പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ എന്തിനാ നിന്നെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, എല്ലാ സത്യവും അവരറിഞ്ഞോ, അതുകൊണ്ടാണോ, നീ ഒരു അമ്മയാണെന്ന് അവരറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഈ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ ഇല്ലമ്മേ, അവരതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നുണ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശ്രുതി അമ്മയോട് പറയുക. അപ്പം ഞാനിത് എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി അമ്മ പറയുന്നതല്ലേ കേൾക്കൂ, ഭാര്യ പറയുന്നത് കേൾക്കില്ലല്ലോ. അവനിപ്പോൾ വിളിക്കാറുമില്ല കാണാറുമില്ല എന്ന് ശ്രുതി. സത്യം അവനോട് തുറന്നു പറയണമെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ എന്ന് അമ്മ ചോദിക്കുമ്പം ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. നീ അന്ന് അതൊന്നും കേട്ടില്ലല്ലോ, മുന്നേ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും എൻ്റെ ഗതി എന്ന് ശ്രുതി പറയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം മോളെ, എന്ത് നമ്മുടെ മുന്നിലൊരു വഴി, നീ ആഗ്രഹിച്ച് നേടിയെടുത്തൊരു വഴിയായിരുന്നില്ലേ ഇത്, അത് പോയി കിട്ടിയല്ലോ മോളെ എന്നും പറഞ്ഞ് അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ജീവിതം പോവാനോ, എങ്ങോട്ട് പോവാൻ, ഇതോടെ എല്ലാം തീർന്നു എന്നാണ് അമ്മ കരുതി വെച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടോ, പരസ്പരം പിണങ്ങിക്കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ, ഒരു ചെറിയ പിണക്കം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. അപ്പോൾ ചെറിയ പിണക്കമാണോ ഇതിന് ചെറിയ പിണക്കം എന്നാണോ പറയുന്നത്? അമ്മ അതിനിങ്ങനെ കണ്ടാൽ മതി, ഞാനേ ഇപ്പോഴും ശ്രുതിയുടെ ഭാര്യയാണ്, പിന്നെന്തിനു ഞാൻ ഭയക്കണം, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ അമ്മയെ ഭയന്ന് എന്നെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവൻ്റെ ഉള്ളിൽ നിന്നും എന്നെ എടുത്തു കളയാനേ അവൻ്റെ അമ്മയ്ക്കെന്നല്ല ആർക്കും ആവില്ലെന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അമ്മ വിഷമിക്കാതെ, അസുഖമുള്ള ആളല്ലേ,
ഇതൊന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു കൊടുക്കും അമ്മയോട്. ഞാൻ അവരുടെ തിരിച്ച് കയറുകയും ചെയ്യും, ശ്രുതിക്കൊപ്പം ജീവിക്കുകയും ചെയ്യും. അതിനെ ഞാൻ ഏതറ്റം വരെയും പോകും. അതെൻ്റെ വെല്ലുവിളിയാണെന്ന കാര്യം പറഞ്ഞ് അതൊരു തീരുമാനമാണെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ, എന്തിനാ പിന്നെ ഭയക്കുന്നേ, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് അമ്മ ആദ്യം ഇതൊന്നും അറിയരുത് കേട്ടോ, അവൻ്റെ മുന്നിൽ സന്തോഷത്തോടെ അമ്മ ഇരിക്കണമെന്ന് പറഞ്ഞ് പറയാം. ദേ ഞാൻ ആദ്യയോട് പറയാതെയാണ് വന്നത്, നിന്നെ കാണണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കും. അതുകൊണ്ട് ആദിയുടെ കാര്യം മീര പറഞ്ഞു കാണുമല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അവിടേക്ക് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന കാര്യം പറയുന്നു. അപ്പോഴത്തേക്കും ആദ്യം ഓടി അങ്ങോട്ടേക്ക് വരുന്നു. ആദ്യം ഓടി വന്നപ്പോൾ ഇവർ സംസാരിക്കുക. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ചു. അപ്പോഴേക്കും എന്തേ നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന് കൊച്ചിനെ എടുക്കുക കേട്ടോ. ഭയങ്കര സ്നേഹവും മോനെ എന്നും പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോൾ ദേ കൊച്ചു ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അങ്ങനത്തെ അമ്മയും മോനും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അമ്മ എന്താ ഞങ്ങളെ കാണാൻ വരാത്തേ? അതോ ജോലി തിരക്കായതുകൊണ്ടല്ലേ മോനെ, അമ്മ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അമ്മ വെറുതെ പറഞ്ഞതായിരുന്നല്ലേ, അതിനെ പറ്റിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് അമ്മയുടെ അടുത്ത് തന്നെ വേണം, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇങ്ങനെ ശ്രുതിയോട് പറയും. ശ്രുതി അന്നേരം ഇങ്ങനെ അമ്മയെ നോക്കുക. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ അമ്മമാരുണ്ടല്ലോ, അവരുടെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ മാത്രം വരാറില്ല എന്ന് പറഞ്ഞ് ആദ്യം സങ്കടം പറയുമ്പോൾ നിനക്ക് അമ്മ അടുത്ത് തന്നെ വേണമല്ലേ എന്ന് ചോദിച്ചു. കണ്ടോണ്ട് തന്നെ ഇരിക്കണം അല്ലേ, അതിന് ഞാനൊരു വഴി പറയട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മേ. ആദ്യമേ അമ്മ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാവെന്ന് നമ്മുടെ ശ്രുതി പറയാം. അപ്പോൾ ദേ ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്ക് മീര അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഇവിടെ ഒരു വാടക വീട് എടുക്കാം, അവിടെ നിങ്ങൾക്ക് 2 പേർക്കും താമസിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു ശ്രുതിയോട് കൊച്ച്. ഇടയ്ക്കിടയ്ക്ക് അമ്മ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കും, എന്താ അത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ താങ്ക് യു അമ്മേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കുഞ്ഞ്. മോന് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആയെന്നും പറഞ്ഞു കൊച്ച്. അപ്പം നീ നേരവണ്ണം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇനി നിനക്ക് ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. അപ്പം നീ ചുമ്മാ പറഞ്ഞതാണോ എന്ന് മീര ചോദിക്കുകയാണ് ശ്രുതിയോട്. ഇല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലത്ത് ഒരു വാടക വീട് നോക്കണം, അതുപോലെ തന്നെ ഒരു സ്കൂളും നോക്കണം, രണ്ടും കണ്ടെത്താനേ നിന്നെ ഏൽപ്പിക്കുകയാണെന്നിങ്ങനെ ശ്രുതി പറയുമ്പം എനിക്ക് സന്തോഷമായിടി എന്ന് മീര. ഞാനെന്നാൽ ഫുഡ് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് മീര അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്ന സുധി കേട്ടോ. സുധി ഇങ്ങനെ തല പെരുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര തലവേദന സുധിക്ക്. ഇന്നലെ കഴിച്ചതിൻ്റെ ഹാങ് ഓവറിൽ സുധി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. എൻ്റെ ഇത് ഇത്രയും നേരമൊക്കെ നിൽക്കുമോ? കുറച്ച് ബാം പുരട്ടി നോക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ബാം എടുത്ത് തലയിൽ പുരട്ടി നോക്കുന്നു. എന്നിട്ട് പിന്നെയും കയറി കിടക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മ ഒച്ചയും ബഹളമായിട്ട് വന്നു. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ, നിനക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അമ്മ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് അമ്മ, അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ എന്ത് തലവേദനയ്ക്കുമെന്ന്, എന്താ പെട്ടെന്നൊരു തലവേദന എന്ന് ചോദിച്ചു ചന്ദ്ര ഇങ്ങനെ സുധി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അമ്മയോട് ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സുധിക്ക് ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ സുധി എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാം. പിന്നെ എന്തേ പിറകെ ചെന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഇനിയിപ്പോൾ അവളോട് സംസാരിക്കാത്തതുകൊണ്ടായിരിക്കുമോ എനിക്ക് തലവേദന വന്നത് എന്ന് സുധി ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണേ. ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ കണ്ണങ്ങ് ഉന്തി പുറത്തേക്ക് വന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കുക. അന്നേരം മകൻ ചെന്നിട്ട് അമ്മേ, അത് പിന്നെ ശ്രുതിയോട് സംസാരിച്ച് കഴിഞ്ഞാലേ എൻ്റെ ഈ തലവേദന ചിലപ്പോൾ അങ്ങ് മാറുമായിരിക്കും. ഒരൊറ്റ അടിയായിരുന്നു അതിൻ്റെ ചെവിക്കല്ല് തീർത്തിട്ട് ഈ ചന്ദ്ര. അപ്പോൾ ആ ഒച്ച കേട്ടുകൊണ്ട് അച്ഛൻ കയറി വരുന്നേ. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മോൻ വിളിക്കുന്നു. എന്താ ചന്ദ്ര ഇത്, എന്താ ഇവിടെ പ്രശ്നം, എന്തിനാടി നീ അവനെ തല്ലിയത്? അമ്മേനെ തല്ലി അച്ഛാ. ചന്ദ്ര എന്തിനാ നീ അവനെ തല്ലിയത്? മോനെ സുധി, നിൻ്റെ അടവേ എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എന്ന് ചന്ദ്ര സുധിയോട് പറയാം. അപ്പോൾ സുധി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താണെന്ന് കാര്യം പറയാൻ പറഞ്ഞു. അവന് തലവേദനിക്കുന്നുവെന്ന്, അതിനുള്ള ചികിത്സ തടി അടിയാണോ? ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്ക്. ശ്രുതിയോട് സംസാരിക്കാത്തത് കൊണ്ടാണത്രേ അവന് തലവേദന വന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ ശ്രുതിയെ നോക്കുന്നു. അവളോട് സംസാരിച്ചാലേ ചിലപ്പോൾ തലവേദന മാറുമെന്ന്. അത് കുറച്ച് മാറിയാലോ, ഇവനെ ഞാൻ അടി കൊടുക്കണോ വേണ്ടയോ എന്ന് ചന്ദ്ര രവിയേട്ടനോട് ചോദിക്കുന്നു. രവിയേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കി ഒന്നും മിണ്ടാതെ. അവളോട് സംസാരിക്കാനുള്ള അവൻ്റെ ഒരു അടവ അതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മയുടെ ഒരു കാര്യം എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യെന്നും പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എടാ നിൻ്റെ അടവൊക്കെ എൻ്റെ അടുത്തടുത്ത് എടുക്കാൻ നോക്കണ്ട, എൻ്റെ അടുത്തത് ചിലവാകത്തുമില്ല. അപ്പോൾ എന്താ ചന്ദ്ര ഇത്, അവനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു രവിയേട്ടൻ. അവൻ്റെ ഭാര്യയല്ലേ ശ്രുതി, അവളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അവൻ ആഗ്രഹം കാണില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പം ആ ആഗ്രഹം നടക്കില്ല അത്ര തന്നെയെന്നും പറഞ്ഞ് ചന്ദ്ര കിടന്ന് ഒച്ച വയ്ക്കുക. നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഒച്ച വയ്ക്കുന്നു. എടാ ഇനി അവളോട് സംസാരിച്ചാലേ നിൻ്റെ തലവേദന മാറുമെന്നുണ്ടെങ്കിൽ അത് ഈ ജന്മം മാറാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി. എടാ നീ ഇനി അവളോട് സംസാരിക്കില്ല, സമ്മതിക്കില്ലടാ, അതിന് ഞാൻ സമ്മതിക്കത്തില്ല.
എന്തൊരു വാശിയാ ചന്ദ്ര ഇത്. ആ വാശി എന്നെ ഇത്, അങ്ങനെ തന്നെ കൂട്ടിക്കോ. ദേ എടാ, വേഗം കുളിച്ചിട്ട് ഷോറൂമിൽ പോകാൻ നോക്കിയടാ, പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒച്ച വയ്ക്കുമ്പം അമ്മ എനിക്കിന്ന് നല്ല തലവേദന ഉണ്ട്, ഇനിയിപ്പോൾ ഷോറൂമിൽ പോകാനൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചെന്നേ, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, ഇവിടെ ബാം എന്തെങ്കിലും കാണുമല്ലോ, അതെടുത്ത് പുരട്ടിയാലേ തലവേദനയൊക്കെ അങ്ങ് മാറിക്കോളും, അല്ലെങ്കിൽ വല്ല ഗുളികയും മേടിച്ച് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായി അമ്മ ഞാൻ ബാമൊക്കെ പുരട്ടിയതാ, പക്ഷെ എനിക്ക് തലവേദനയൊന്നും കുറയുന്നില്ല അമ്മ. എന്തോന്നാണത്, സ്കൂളിൽ പോകാൻ പഠിക്കുന്ന കൊച്ചു പിള്ളേർ തലവേദന എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഉന്തി തള്ളി ചന്ദ്ര ശ്രുതിയെ കടയിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുക. ആ സമയത്ത് നമ്മുടെ രവിയേട്ടൻ ശ്രുതി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നേരാമണ്ണം കടയിൽ പോയിക്കൊണ്ടിരുന്നതാണെന്നും അവളിവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇവൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് രവിയേട്ടൻ പറയുമ്പോൾ, ഓ അപ്പോൾ ഇവൻ നന്നാകണമെങ്കിൽ ശ്രുതി ഇവൻ്റെ കൂടെ വേണം, അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ നിങ്ങളും അവനും പറയുന്നതെന്നിങ്ങനെ രവിയേട്ടനോട് ചന്ദ്ര ചോദിച്ചു. അതിൻ്റെ ഒരാവശ്യവും ഇല്ല, അതൊരു കാലത്ത് നടക്കാനും പോകുന്നൊരു കാര്യമല്ല എന്നും പറഞ്ഞു. ഇവനെ നന്നാക്കാനേ എനിക്കറിയാം, ഞാൻ നന്നാക്കിക്കോളാം, രവിയേട്ടനെ തൽക്കാലം ഇതിൽ ഇടപെടാൻ വരണ്ടാന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോയി. രവിയേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമ്മയും അരുണും കൂടി ഇങ്ങനെ വരിക. അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്താൻ അമ്മ പറഞ്ഞു. അപ്പോൾ അരുൺ ചോദിച്ചു, എന്താ അമ്മ ഇവിടെ നിർത്താൻ പറഞ്ഞത്? ദേവുവിൻ്റെ വീട് വരെ വണ്ടി പോകുന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നിർത്തിയാൽ മതി എന്ന് അമ്മ പറഞ്ഞു. നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പം അമ്മ ഞാനും വരാമെന്ന് പറഞ്ഞു. വേണ്ട, ഇപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന അമ്മ അരുണിനോട് പറയാം. പിന്നെ അവർ എൻ്റെ മുന്നിൽ വെച്ച് നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും അമ്മ അരുണിനോട് പറയുന്നേ. ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മ ഇറങ്ങുന്നു. ആ സമയത്ത് ദേവു അങ്ങ് ഇറങ്ങിച്ചെന്നു. അമ്മേ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അമ്മ അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നപ്പോൾ ഈ അമ്മയെ കണ്ടു. അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മ അവിടെ ഇരുന്നു. അപ്പോൾ രേവതിക്ക് ഭയങ്കര ഒരു വിഷമം. ദേവു പറഞ്ഞ് എല്ലാവരെയും എനിക്ക് അറിയാവുന്ന അമ്മ അന്നേരം പറയുവാണ്. ചിരിച്ചുകൊണ്ടിരിക്കുക ദേവു, അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അമ്മ പറയുന്നു. അപ്പോഴത്തേക്ക് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ലക്ഷ്മിയമ്മ വന്നപ്പോൾ ഒരാൾ വന്നിരിക്കുന്നു. ആ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ദേഷ്യം. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വന്നോന്ന് ചോദിച്ചു രേവതി. ദേവു നീ മുറിയിലേക്ക് പോയേ എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ. അപ്പോൾ ദേവു മുറിയിലേക്ക് കയറിപ്പോയി. അരുണ് വന്നിട്ടുണ്ടെന്ന് അമ്മ ലക്ഷ്മിയമ്മയോട് പറയാം. അപ്പോൾ ദേവുവിന് ഭയങ്കര ടെൻഷൻ. ദേവു ആണെങ്കിൽ അകത്ത് കയറി ഇരിക്കുക. അവൻ അപ്പുറത്തുണ്ട്. ഞാൻ അവനെ മാറ്റി നിർത്തുമായിരുന്നു നീ അമ്മ പറഞ്ഞു കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ വേണ്ടാന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം അതേതായാലും നന്നായി എന്ന് ഈ അമ്മ പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ അരുൺ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് അമ്മ പറയാം കേട്ടോ. അത് കേട്ടപ്പോഴൊന്നും പിടിക്കുന്നില്ല ഈ അമ്മയ്ക്ക്. മോളുടെ ഭർത്താവ് സച്ചി അരുണുമായിട്ട് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറയുമ്പം സച്ചി ഒരു കാരണമില്ലാതെ അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാറില്ല, തെറ്റ് കണ്ടാൽ പറയും. അവൻ നല്ലവനാണെന്നും നിങ്ങളുടെ മോനാ പ്രശ്നക്കാരനെന്നും ലക്ഷ്മി അമ്മ പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷയം. അവനാ സച്ചിയുടെ കാറ് പിടിച്ചുകൊണ്ട് പോയത്, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കിയതാ. എന്നിട്ട് ഇപ്പോൾ കുറ്റം മുഴുവനും എൻ്റെ മോനാണോ എന്നൊക്കെ ചോദിച്ച് ലക്ഷ്മിയമ്മ പറയാം കേട്ടോ. ആ അമ്മ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കാം. അപ്പം ആൻറ്റി അവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് സച്ചേട്ടനല്ല, ആൻറ്റിയുടെ മോൻ തന്നെയാണെന്ന കാര്യം രേവതി പറയുമ്പോൾ എൻ്റെ മോനിപ്പോൾ സസ്പെൻഷനിലാണെന്ന് ഈ അമ്മ പറഞ്ഞു. അതിന് കാരണം സച്ചിയല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ മോൻ നിയമം പാലിക്കാത്തത് കൊണ്ട് സസ്പെൻഷനിലായെന്ന് പറയാൻ പറഞ്ഞു ലക്ഷ്മിയമ്മ. ആൻറ്റി ഇത് പറഞ്ഞ് വഴക്കൂടാനാണ് നിങ്ങളിങ്ങോട്ട് വന്ന് ചോദിച്ചപ്പം അയ്യോ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു ആ അമ്മ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല അവൻ, എൻ്റെ മോനായതുകൊണ്ടൊന്നും ഞാൻ പറയുന്നതല്ല എന്ന് പറഞ്ഞു. അവൻ നല്ലവനാണെന്ന് ഈ അമ്മ പറയുവാണേ, സ്നേഹമുള്ളവനാണെന്നൊക്കെ ഈ അമ്മ പറയുന്നു. അതുപോലെ ആ മകൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ അവന് കിട്ടണം, അതിൽ പരം സന്തോഷം എനിക്ക് വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവരുടെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. നിങ്ങളുടെ മോനെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണെന്നും നിങ്ങൾക്കവൻ നല്ലവനായിരിക്കും, പക്ഷേ പുറത്ത് അങ്ങനെയല്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു ഈ അമ്മ ലക്ഷ്മി അമ്മ. അതിന് സച്ചി മരണം പരസ്പരം നല്ലത് പറയുമോ എന്ന് അരുണിൻ്റെ അമ്മ ചോദിക്കാം. അവൻ പറയുന്നതൊന്നും അല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ മകള് പറയുന്നതാണ് എന്ന് ഈ അരുണിൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ ആ അമ്മമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മകളുടെ ഭാവിയെക്കുറിച്ചും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിനെക്കുറിച്ചുമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ അരുണിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ആൻറ്റി ഞാൻ സച്ചേട്ടനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കാമെന്ന് നമ്മുടെ രേവതി പറയുന്നു. അതുവരെ നിങ്ങളുടെ മോനോടൊന്ന് കാത്തിരിക്കാൻ പറയാൻ പറഞ്ഞു. രേവതി ഇന്ന് മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാമെന്ന് നമ്മുടെ ലക്ഷ്മിയമ്മ. ദേവുവിന് ഭയങ്കര ടെൻഷനായി.
നോക്ക്, സച്ചി ഇവിടുത്തെ മരുമകനല്ല, എൻ്റെ മകനാ. സച്ചിയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അവൻ്റെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നും ലക്ഷ്മിയമ്മ തറപ്പിച്ച് പറഞ്ഞു. ദേവുവിന് ടെൻഷനായി. അവനിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ പറയുന്നു. അവർ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ, അവരൊന്നിച്ചാലല്ലേ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ എന്ന് ലക്ഷ്മിയമ്മ. എൻ്റെ മോൾക്ക് എൻ്റെ മരുമകൻ നല്ലൊരു ബന്ധം കൊണ്ടുവരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടേക്ക് വരണമെന്നില്ല എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ. അതെ, എന്നിട്ട് നിങ്ങൾ ചെല്ലാൻ നോക്കാൻ പറഞ്ഞു. അമ്മയെ അപമാനിച്ച് ഇറക്കി വിടുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവു ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുക. അപ്പോഴത്തേക്കും ദേവു ഓടി ഇറങ്ങി വന്നു. ഇനി ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കരുത്. സച്ചിൻ നിനക്ക് നല്ലൊരു പയ്യനെ അന്വേഷിക്കുന്നുണ്ടെന്നും അവൻ്റെ സമ്മതമില്ലാതെ നിങ്ങളുടെ കല്യാണം നടക്കില്ല എന്നും ദേവു പറയുക കേട്ടോ. അപ്പോൾ ദേവു ഇങ്ങനെ നോക്കുക രേവതിയെ. ഇനി അവൻ്റെ വാക്ക് ധിക്കരിച്ച് വേറൊരു തീരുമാനം നീ എടുത്താ അത് നിനക്കും നല്ലതല്ല, ഈ കുടുംബത്തിനും നല്ലതായിരിക്കില്ല എന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. രേവതി പിന്നെയും ധർമ്മസങ്കടത്തിലായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.